നടവയൽ ചീങ്ങോടിയിൽ മുളകുപൊടി എറിഞ്ഞ് മുഖത്ത് തുണിയിട്ട് വയോധികയുടെ സ്വർണമാല പൊട്ടിച്ച പ്രതി പോലീസ് പിടിയിൽ. നടവയൽ സ്വദേശി പുഞ്ചയിൽ ജിനേഷിനെയാണ് കേണിച്ചിറ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 1-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കണ്ടോ മാല പൊട്ടിച്ചെടുത്താണിത്. അതുപോലെ ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടാണ് കേട്ടോ. പുതുവർഷ ദിനമാണ് മോഷണത്തിനായി പ്രതി തെരഞ്ഞെടുത്തത്. ഉച്ചയോടെ വീട്ടിൽ മറ്റാരുമില്ലെന്നുറപ്പിച്ച് മോഷ്ടാവെത്തി. വിറക് വെട്ടുകയായിരുന്ന സരോജിനിയുടെ മുഖത്ത് ആദ്യം മുളകുപൊടിയെറിഞ്ഞു. പിന്നീട് തുണി മുഖത്തേക്കിട്ട് ബലം പ്രയോഗിച്ച് 2 പവന്റെ സ്വർണമാല കവർന്നു. ചേച്ചി വീട്ടിൽ മുറ്റത്തെ വിറക് വെട്ടിക്കൊടുത്തു. എൻ്റെ മുഖത്ത് തുണി കിട്ടും കൂടി മുളകുപൊടി തുണി ഇട്ടു. മുഖം കഴുത്തിനൊക്കെ ഇട്ടു. ആരെന്നേരം തിരിച്ചറിഞ്ഞില്ല, ഒന്നും അറിയത്തില്ല. അന്വേഷണം നല്ലോണം ഉണ്ടായിരുന്നു. കോഡ് പിന്നെ കൈയടകളും ഇതൊക്കെ പെട്ടെന്ന് പിടികൂടാൻ പറ്റി. സന്തോഷം. പെട്ടെന്ന് എല്ലാവരും ഐനിമലയിലെ വീട്ടിൽ ഒറ്റയ്ക്കാണ് സഹോദരിമാരായ സരോജിനിയും വിലാസിനിയും താമസിക്കുന്നത്. തിരിച്ചറിയാതിരിക്കാൻ വ്യക്തമായ മുന്നൊരുക്കങ്ങളോടെയാണ് മോഷ്ടാവ് വീട്ടിലെത്തിയത്. എന്നാൽ സംഭവം കഴിഞ്ഞ് 9-ാം നാൾ പ്രതി കേണിച്ചിറ പോലീസിന്റെ വലയിലായി. പരിസരവാസികളുടെ മൊഴിയും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും പോലീസ് പ്രതിയിലേക്ക് എത്തുകയായിരുന്നു. മാനന്തവാടി കൊയിലേരിയിലെ കാടുമൂടിയ പ്രദേശത്ത് സ്വർണമാല കുഴിച്ചിട്ട നിലയിലായിരുന്നു. പ്രതിയെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുത്തു. കണ്ടോ മാല പൊട്ടിച്ചെടുത്താണിത്. അതുപോലെ ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടാണ് കേട്ടോ. ഇയാൾ മുൻപും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തായാലും സ്വർണമാല ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് സരോജിനിയും സഹോദരിയും. ബത്തേരി ഡിവൈഎസ്പി KJ ജോൺസൺ, SHO രാജീവ് കുമാർ, SI തങ്കച്ചൻ, ASI സുനി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ASI രജിത, സിവിൽ പോലീസ് ഓഫീസർമാരായ രജീഷ്, അജിത്, ഇസഹാക്ക്, രാഹുൽ, ജിഷ്ണു തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. ബിജു നാട്ടുനിലം, വയനാട് വിഷൻ, കേണിച്ചിറ.